കോൺഗ്രസിൽ വീണ്ടും വിവാദങ്ങൾ ഉയർത്തിവിട്ടിരിക്കുന്ന AICC മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാനാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. മാഡം വെൽക്കം. ഏപ്രിൽ 22-ന് നടന്ന KPCC നിർവാഹക സമിതി യോഗം തെരഞ്ഞെടുപ്പ് അവലോകനവും മദ്യനയവും ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിച്ചേർന്നതാണ്. ആ സമയത്താണ് ഷാനിമോൾ ഉസ്മാൻ KC വേണുഗോപാലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KC വേണുഗോപാലിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഗോപി, തുടക്കത്തിൽ തന്നെ ഗോപി തെറ്റിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. KC വേണുഗോപാലിനെതിരായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പൊതുവായ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത്. അവിടെ എവിടെയെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വോട്ട് കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ ആനുകാലികമായി ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായി ഈ സമിതി പരിശോധിക്കാൻ തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. KC വേണുഗോപാലിനെ ചുറ്റിപ്പറ്റി അത് KC വേണുഗോപാൽ കേന്ദ്രീകൃതമാക്കിയത് ഞാനല്ല. KC വേണുഗോപാലിനെ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയില്ല. ഞാൻ എൻ്റെ ചോദ്യം തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ തെറ്റിപ്പോയത് യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ KPCC അധ്യക്ഷൻ ശ്രീ VM സുധീരനാണ്. അദ്ദേഹമാണ് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് വ്യക്തിപരമായി വിരോധം തീർക്കാൻ വേണ്ടിയാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ KPCC നിർവാഹക സമിതി യോഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ശേഷവും KC വേണുഗോപാലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നാണ്. KC വേണുഗോപാലിന് സോളാർ കേസിലെ പ്രതിയായ സരിത S. നായരുമായുള്ള ബന്ധം പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ആരോപണം ഉന്നയിക്കലാണ്. അതിന് മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് VM സുധീരൻ ഉന്നയിച്ച ആക്ഷേപം. ഗോപി, ഞാൻ പറഞ്ഞത് ജനപ്രതിനിധികൾ, മന്ത്രിമാർ, കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ബന്ധം പാർട്ടി പ്രവർത്തകരെ അല്പമെങ്കിലും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പുകളുടെ പെരുമഴ കാലം തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഈ നേതാക്കളെ കുറ്റവിമുക്തരാക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വരി, ഈ പറഞ്ഞത് കത്തിലെഴുതിയ വരികളാണല്ലോ, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വരി, ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ വിജയം 100% ഉറപ്പാണെങ്കിലും വിചാരിച്ച പോലെയുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നില്ല. സരിത S. നായരുമായി ഉള്ള പ്രശ്നങ്ങൾ ആ സമയത്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വേണുഗോപാലുമായി കണക്റ്റഡ് ആണ്. അങ്ങനെ തന്നെയാണ് VM സുധീരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞതും. അദ്ദേഹം നുണ പറഞ്ഞു എന്നാണോ ഈ പറയുന്നത്? അല്ല, നുണ എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. പാർട്ടി വേദിയിൽ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നാൽ അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് പാർട്ടി പ്രവർത്തകർക്ക് ഏറ്റുപറയാനുള്ള ഒരു നല്ല തീരുമാനം പാർട്ടി എടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. അതിൻ്റെ ഗുണപരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അത് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ അതിനകത്ത് നടന്നത് അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അല്ലെങ്കിൽ ഒരു വരിയിൽ ഒതുങ്ങേണ്ട ഒരു വാർത്ത ഒരു വലിയ ലീഡ് വാർത്തയായി പുറത്തു വന്നതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോഴും KPCCയുടെ ബഹുമാന്യനായ പ്രസിഡന്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ നിലപാട് മാറ്റുകയാണെന്നാണ്. കാരണം നേരത്തെ തന്നെ KPCC അധ്യക്ഷൻ പറഞ്ഞത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മതിയായ തെളിവുകൾ വേണം. അന്ന് KPCC നിർവാഹക യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, അങ്ങനെ വ്യക്തിപരമായ പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി നൽകണം. പതിവിൽ കൂടുതൽ സംസാരിച്ച ഷാനിമോൾ ഉസ്മാൻ ഏറെ ഭാഗവും പറഞ്ഞത് KC വേണുഗോപാലിനെതിരെ ആയിരുന്നു. അപ്പോഴാണ് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചത് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവുകൾ വേണമെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന്. ഇപ്പോൾ അത് തിരിച്ചു പറയുന്നു. അതൊക്കെ ശ്രീ VM സുധീരൻ പറഞ്ഞിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണെന്ന് മാത്രമല്ല അദ്ദേഹം സ്വയം പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് അതൊക്കെ. ഞാൻ KC വേണുഗോപാലിനെ ഏതെങ്കിലും രീതിയിൽ അപകീർത്തിപ്പെടുത്തണമെന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് പറയാമായിരുന്നു. ഞാൻ പൊതുവേദിയിൽ പൊതുവായ കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ജനപ്രതിനിധി, ഞാൻ കത്തിലത് വ്യക്തമായി സൂചിപ്പിച്ചതിൽ ഒരു സിറ്റിംഗ് MLA അടക്കം ഉള്ളവർക്കെതിരെ അടക്കം നടക്കുന്ന കാര്യങ്ങൾ എന്തിന് KC വേണുഗോപാലിലേക്ക് കേന്ദ്രീകരിക്കണം? അതൊക്കെ തന്നെ പാർട്ടിക്ക് പൊതുജനമധ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അവമതിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി പാർട്ടി തലത്തിലുള്ള ഒരു കമ്മീഷൻ വെച്ച് അന്വേഷണം നടത്തണമെന്ന് പറയുമ്പോൾ ഈ പാർട്ടി നേതാക്കന്മാരെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ആർക്കാ സമർത്ഥിക്കാൻ കഴിയും? ഷാനിമോൾ ഉസ്മാൻ, എനിക്കും താങ്കൾക്കും മാത്രമല്ല കേരളത്തിലെ ജനതയ്ക്ക് മുഴുവനായി അറിയാം, സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട ഓരോരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കണക്റ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മുൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നു. അപ്പോഴൊന്നും മിണ്ടാതിരുന്ന ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം
KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ KC വേണുഗോപാലിൻ്റെ പേരെടുത്ത് പരാമർശിക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റാരുടെയോ കൈകളില്ലേ എന്ന് KPCC അധ്യക്ഷൻ സംശയിച്ചാൽ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചർച്ചയിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു നിരീക്ഷണമോ എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായമോ പൊതുവേദിയിൽ വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി വേദിയിൽ ഞാൻ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, സോളാർ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഷാനിമോൾ ഉസ്മാൻ അന്ന് പങ്കെടുത്തിരുന്നില്ല ഞാൻ ഓർക്കുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ നിലപാടായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് സോളാർ കേസിൽ കോൺഗ്രസ്സുകാർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എങ്ങനെ ഇതെല്ലാം മാറി മാറി? ഗോപി, ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ KC വേണുഗോപാലിന്, രമേശ് ചെന്നിത്തലയ്ക്ക്, സുധീരന് എന്നുള്ളതല്ല, കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇന്നും അന്നും എനിക്കുള്ളത്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. KC വേണുഗോപാലിനെ എൻ്റെ ചെലവിൽ ഇപ്പോൾ നടക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ KC വേണുഗോപാലിനെ അപകീർത്തിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടക്കുക. അതൊരു ഗൂഢാലോചനയാണെന്ന് ഞാൻ സംശയിക്കുക. ആരുടെയാണെന്ന് എനിക്കറിയില്ല. കാരണം ദിവസങ്ങളായി KC വേണുഗോപാലിൻ്റെ കുടുംബജീവിതം തകർക്കുന്നു, KC വേണുഗോപാലിനെ മോശപ്പെടുത്താൻ തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെട്ട ചില വ്യക്തികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോപണം നിരന്തരമായി ദൃശ്യമാധ്യമങ്ങളിലടക്കം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? എനിക്ക് KC വേണുഗോപാലിനെ അപകീർത്തിപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശമില്ല. അതെനിക്ക് ഇന്നുമില്ല, നാളെയുമില്ല. KC വേണുഗോപാലിനെതിരെ ഒരു ആരോപണവും ഷാനിമോൾ ഉസ്മാൻ ഇപ്പോഴും KC വേണുഗോപാൽ അത്തരത്തിൽ കുറ്റക്കാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് സരിത എസ് നായരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ കുറ്റക്കാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ചില അഭ്യൂഹങ്ങൾ പുറത്ത് പരക്കുന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ കോൺഗ്രസ് തയ്യാറാവണം. അന്വേഷിച്ച് കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകർ 100% അവർക്ക് ഇത് സംബന്ധിച്ച് സംശയമില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ആ കത്ത് എങ്ങനെ പുറത്തു പോകും? അത് KPCC അധ്യക്ഷന്, ഉപാധ്യക്ഷന്, MM ഹസന്, ഉമ്മൻചാണ്ടിക്ക്, രമേശ് ചെന്നിത്തലയ്ക്ക്, പിന്നെ തമ്പാനൂർ രവി, ഇങ്ങനെ 5-6 പേർക്ക് മാത്രം പകർപ്പ് വെച്ച് അയച്ച കത്താണ്. അത് ഇങ്ങനെ പുറത്തുപോയി. അത് ഷാനിമോൾ ഉസ്മാൻ പുറത്തു വിട്ടു എന്ന ആക്ഷേപവുമുണ്ട്. തീർച്ചയായിട്ടും ആ ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ താങ്കൾ ഇപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞ ആ പേരുകളൊക്കെ തന്നെ പാർട്ടിയുടെ ഉന്നത സ്ഥാനീയരായിട്ടുള്ളവരാണ്. അപ്പോൾ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് അതെൻ്റെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതായത് KPCC നിർവാഹക സമിതി യോഗത്തിൽ ഷാനിമോൾ ഉസ്മാൻ സംസാരിക്കുമ്പോൾ ആ നിമിഷം തന്നെ അത് മാധ്യമങ്ങളിൽ വന്നത് VM സുധീരന്റെ പ്രതിപുരുഷൻ പുറത്തുവിട്ട വാർത്തയാണ്. അവർ തന്നെ ആയിരിക്കുമോ ഈ വാർത്തയും പുറത്തുവിടുന്നത്, ഈ കത്ത്? അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പ്രതിപുരുഷൻ അത് തീർച്ചയായിട്ടും പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആ പേര് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഏതൊക്കെയോ പ്രതിപുരുഷന്മാർ നിരന്തരമായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ പുറത്തുവിടുന്നുണ്ട്. ഇതെല്ലാം ഷാനിമോൾ ഉസ്മാന്റെ ഭാഗമാണ്. മറുഭാഗത്ത് KPCC അധ്യക്ഷൻ VM സുധീരൻ, അദ്ദേഹത്തിന് ഒരു എമൗണ്ട് ഓഫ് ക്രെഡിബിലിറ്റി ഉണ്ട് കേരള സമൂഹത്തിന് മുന്നിൽ. അതുകൊണ്ടാണ് ഇവിടെ ആരുടെയും മുഖം നോക്കാതെ അദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കാൻ കേന്ദ്ര നേതൃത്വം, ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. അദ്ദേഹം പറയുന്നു, മദ്യലോബിക്കെതിരെ നിരന്തരം ഞാൻ എടുക്കുന്ന നിലപാടുകൾ. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ഇതുവരെ മിണ്ടാതിരുന്നിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മദ്യമാഫിയയുടെ കയ്യിലെ കരുവായി മാറുകയാണ്. തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ഷാനിമോൾ ഉസ്മാൻ പ്രവർത്തിക്കുന്നുവെന്ന് സ്വാഭാവികമായും നമുക്കത് ശരിയാണെന്ന് തോന്നും. ഞാൻ പറയട്ടെ, ഇതിലൊക്കെ തന്നെ ചില നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിലുമുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം KPCC പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള 10,000-കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ. അക്കാരണം അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ക്രെഡിബിലിറ്റി, പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വളരെ ദീർഘകാലമായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ അദ്ദേഹത്തെ അനുകരിക്കാൻ പോലും ശ്രമിച്ചിട്ടുള്ളയാളാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇന്നും അദ്ദേഹം ആ പോരാട്ടങ്ങളൊക്കെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ പാർട്ടിക്കകത്ത് ഞാൻ നൽകിയിട്ടുള്ള കത്ത് അത് ഏത് രീതിയിലും പുറത്തു പോകട്ടെ, ഒരു കമ്മീഷനെ വെച്ചിട്ട് ഈ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ എന്താകണം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഒരു പരാമർശം അവസാനം നടത്തിയിട്ടുള്ളത്. അത് മദ്യലോബിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പരാമർശമാണ്. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരുപാട് ജനങ്ങളുടെ, ഒരു വലിയ കോടിക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ 100 കണക്കിന് ആളുകളുടെ പിന്തുണ എനിക്കുമുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിജീവിതം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ പൊതുജീവിതം, എൻ്റെ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാട്, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വലുതാണ്. അദ്ദേഹം ആ പറഞ്ഞതിൽ മാത്രമാണ് ഇന്ന് ഞാൻ ഈ മറുപടി, ഈ അഭിമുഖത്തിന് പോലും ഞാൻ തയ്യാറാകുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പല നിർണായക വിഷയങ്ങളിലും കോൺഗ്രസിലെ
പ്രഖ്യാപിത നയ നിലപാടുകൾക്ക് വിരുദ്ധമായി സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിച്ചു കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിത്വമുണ്ട് എന്ന് തെളിയിച്ച വ്യക്തികളിൽ ഒരാളാണ് ശ്രീ വി എം സുധീരൻ. അദ്ദേഹം സോളാർ വിഷയം പോലെയുള്ള സംഭവങ്ങളിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സരിത എസ് നായരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് ബന്ധമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യത്തോട് ഇത്ര ഒരു വിമർശനാത്മകമായി അതിനെ സമീപിക്കാനും അതിനെ മാറ്റി നിർത്താനും എന്തിനാണ് സുധീരൻ ശ്രമിക്കുന്നത്? അതിന് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഏത് വിഷയം എന്നുള്ളതല്ല, ഏത് ചെറിയതും വലുതുമായ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ, ഒരു കത്തിലൂടെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും അസഹിഷ്ണുത കാണിക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ ഈ വിഷയം, എന്നെ സംബന്ധിച്ച് ഇതൊന്നുമല്ല ഇപ്പോൾ വിഷയം. എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തെ ഹനിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം, വളരെ ഒരു സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ എൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വിശ്വാസ സംഹിതകളെ അടക്കം പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയതിനെ ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം കമ്മീഷനെ വെച്ചു, ഓക്കെ, ഞാനത് രണ്ട് കൈയും നീട്ടി ആ കമ്മീഷനെ ഞാൻ സ്വീകരിക്കുന്നു. കമ്മീഷന് ഏത് തരത്തിലുള്ള കണ്ടെത്തൽ വന്നാലും ഞാൻ ചോദ്യം ചെയ്യില്ല. നടപടി വന്നാൽ ഞാൻ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ അദ്ദേഹം എന്തിനാണ് മദ്യലോബിയുടെ കരങ്ങളിലെ കരുവാണ് എന്ന് പറഞ്ഞത്? അത് മാത്രമാണ് എൻ്റെ വിഷയം. അത് മാത്രമല്ലല്ലോ, വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലൊരു പാർട്ടി കമ്മീഷന്റെ അന്വേഷണം ഈ സോളാർ വിഷയത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് അനുഭാവപൂർവ്വം പ്രതികരിക്കാതിരുന്ന സുധീരൻ ഈ കത്ത് പുറത്തു വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിരിക്കുന്നു. ഗോപി, ഇറ്റ്സ് ആൻ ഓർഗനൈസേഷണൽ മാറ്റർ. ദിസ് ഈസ് മൈ പേഴ്സണൽ മാറ്റർ. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത്. എൻ്റെ വിശ്വാസങ്ങളാണ് എൻ്റെ ഏറ്റവും വലുത്. ഞാൻ അതെല്ലാം ഒപ്പം കൊണ്ടുപോയി കഴിഞ്ഞ 30 വർഷത്തോളം പൊതുജീവിതത്തിൽ നിന്നിട്ടുള്ള ഒരാളാണ്. ഇത് വന്നിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങൾ എൻ്റെ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും ഉണ്ടാക്കാവുന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ആ പരാമർശം ഒന്നുകിൽ അദ്ദേഹം പൊതുജന മധ്യത്തിൽ ഇന്നും ശ്രീ വി എം സുധീരനെ എനിക്കറിയാവുന്നത് കൊണ്ട് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറയുന്ന അദ്ദേഹം, തെളിവില്ലാതെ പാർട്ടി വേദിയിൽ പോലും അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന അദ്ദേഹം, എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാവണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ പക്വമതിയായിട്ടുള്ള ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ഇത് തിരുത്താൻ തയ്യാറാവണം. അതല്ലാതെ പരസ്യമായി, കാരണം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞൊരു കാര്യമാണ്, പരസ്യമായി തിരുത്താൻ ഇത് രണ്ടുമല്ലെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അദ്ദേഹത്തെ 1 ഇഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി ബോധ്യപ്പെടുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മുന്നോട്ടും പിന്നോട്ടും പോകാൻ ഞാൻ അനുവദിക്കില്ലെന്ന് തന്നെ ഞാൻ പറയാം. ഇത് രണ്ടും ഉണ്ടായില്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ എന്ത് ചെയ്യും? അദ്ദേഹം തിരുത്തുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുക. പിന്നെ നാളത്തെ കാര്യം അത് നാളെ പറഞ്ഞപ്പോൾ ഞാൻ പല രാഷ്ട്രീയ വിശകലനം നടത്തുന്ന പല വിദഗ്ധരായ ആളുകളുമായും ഈ വിഷയം വളരെ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അവരിൽ പലരും പ്രകടിപ്പിച്ച ഒരു സംശയം, ഇതിൽ ബോധപൂർവമായ ചില നീക്കങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഷാനിമോൾ ഉസ്മാൻ എന്നും ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ്. സോളാർ വിഷയം ഉണ്ടായിരുന്നപ്പോഴെല്ലാം തന്നെ ഒരു തരത്തിലും നെഗറ്റീവായിട്ടുള്ള ഒരു പരാമർശവും നടത്താത്ത ആളാണ്. സുധീരൻ KPCC അധ്യക്ഷനായതിൽ വലിയ വിഷമം അനുഭവിക്കുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഒരുപാട് പേരുണ്ട്. ഷാനിമോൾ ഉസ്മാൻ അത് നന്നായിട്ട് അറിയാം. ഇവരെല്ലാവരും കൂടി സുധീരനെ പോലൊരാൾ ഇനി ഈ സ്ഥാനത്തിരുന്ന് മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്ന ബോധ്യത്തിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനെ കൂടി കൂട്ടുപിടിച്ച് KC വേണുഗോപാലിനെ മുൻനിർത്തി നടത്തുന്ന ആക്രമണമാണ്, ഒളിയമ്പുകളാണിത് എന്ന ഒരു അഭിപ്രായം പലരും പങ്കുവച്ചു. അത് അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, ഞാൻ ഒരാളുടെയും കരുവായിട്ടോ ആരുടെയെങ്കിലും കളിപ്പാവയായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്യാബിനുള്ളിലോ ഏതെങ്കിലും തടവറയ്ക്കുള്ളിലോ നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയല്ല എന്ന് അറിയാവുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഏറ്റവും പ്രമുഖൻ ശ്രീ വി എം സുധീരനാണ്. എന്തുകൊണ്ട് ഞാൻ കത്തെഴുതാൻ വൈകി എന്നുള്ളതാണ്. ആ ചോദ്യത്തിൽ എന്താ അർത്ഥമുള്ളത്?